നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ എങ്ങനെയാണ് മാവ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ പാലപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ട്രഡീഷണലായിട്ട് നമ്മുടെ അരി അരച്ച് തന്നെയാണ്. അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതുമാണ്, എളുപ്പവുമാണ്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതും പെർഫെക്റ്റായിട്ട് വരും. പക്ഷേ എനിക്കിതാണ് ഒന്നുകൂടെ വഴങ്ങുന്നത്. വളരെ ഈസിയാണ് മാവ് കൂട്ടി വയ്ക്കാൻ. അപ്പോൾ ഈ മാവ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് 3 തരത്തിലുള്ള അപ്പം ഉണ്ടാക്കാനും പറ്റും. പാലപ്പം ഉണ്ടാക്കാം, നമുക്ക് ആദ്യമായിട്ട് മാവ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് കഴുകി 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഒരു 6-7 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി അടച്ച് വയ്ക്കാം. അതിനുശേഷം 1 കപ്പ് ചോറും ചേർത്ത് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ കലർത്തിയിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. കൈവിടാതെ ഇളക്കി കുറുക്കിയെടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പറ്റിപ്പോവും. അത് കപ്പി കാച്ചുകയെന്നാണ് നമ്മളിതിന് പറയുന്നത്. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിന് ശേഷം ബാക്കി മാവിലോട്ട് 1 കപ്പ് തേങ്ങ, 3 സ്പൂൺ പഞ്ചസാര, ഇത്തിരി കൂടുതൽ വേണേലും ചേർക്കാം, 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ചേർക്കുന്നത്. അല്ലെങ്കിൽ തരി ഈസ്റ്റ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ചേർത്ത് കുതിരാൻ വയ്ക്കുക. കുതിർന്ന ശേഷം അതിട്ട് അരയ്ക്കുക. അത് ഇതിലേക്ക് ചേർക്കുക. കപ്പി കാച്ചിയതും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതേപോലെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പൊങ്ങാനായിട്ട് വെക്കുക. നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ച് ഒരു 6-7 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കണ്ട് മാവ് പൊങ്ങി വരും. ഇത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് മാവ് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പാലപ്പം ഉണ്ടാക്കാനായിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഇതുപോലെ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഏത് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാം. ഇത്തിരി ഉപ്പും ചേർക്കുക. അതിന് ശേഷം ചെറിയ ഈ കൺസിസ്റ്റൻസി വേണം മാവ് എടുക്കാൻ. 2 തവി മാവ് ഒഴിച്ച്, എൻ്റെ ഒരു കണക്കിന് ഈ തവിയിൽ മാവ് ഒഴിക്കുന്നത്. അതേപോലെ ചുറ്റിച്ച് ഇതേപോലെ പാലപ്പം റെഡിയാക്കി എടുക്കാം. അപ്പം തിരിച്ചിടാൻ പാടില്ല. ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. പൂവിൻ്റെ ഷേപ്പിലോ ഇതേപോലെ നോർമൽ ഷേപ്പിലോ ഒക്കെ ഈസി ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം.